എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് അപ്പൂപ്പ ഹൊക്കാഗ ആളാ ബുള്ളറ്റ് കൊണ്ട് മരിച്ചു വീഴാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അത് യഥാർത്ഥ അപ്പൂപ്പ ഹൊക്കാഗ അല്ല, മറിച്ച് ഒരു സാൻഡ് അപ്പൂപ്പനാണ്. ആ സാൻഡ് അങ്ങനെ അവിടെ ഇല്ലാതാവും. അപ്പോ മിസുകാഗയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗാറ കറക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പൂപ്പ ഹൊക്കാഗെ രക്ഷിച്ചു. മിസുകാഗയ്ക്ക് ഭയങ്കര ഹാപ്പി ആവും. ആള് പറയും, നീ ഒരു ചെറിയ പയ്യനാണെങ്കിലും നിന്റെ പവർ അത് ശരിക്കും സൂപ്പറാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഗാറ എങ്ങനെയാണ് അപ്പൂപ്പ ഹൊക്കാഗെ രക്ഷിച്ചത് എന്ന് കാണിക്കും. മിസുകാഗ അപ്പൂപ്പ ഹൊക്കാഗെ പോയിന്റ് ചെയ്ത ആ സമയം തന്നെ മിസുകാഗയുടെ കണ്ണ് തെറ്റിയ സമയത്ത് അപ്പൂപ്പ ഹൊക്കാഗെ അവിടുന്ന് അങ്ങനെ മാറ്റി സാൻഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു അപ്പൂപ്പ ഹൊക്കാഗെ റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണ് ഗാറ അവൻ വളരെ സിമ്പിൾ ആയിട്ട് അപ്പൂപ്പ ഹൊക്കാഗെ രക്ഷിച്ചത്. അടുത്ത സെക്കൻഡിൽ ഗാറ ഇപ്പോ മിസുകാഗെ ലോക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരുപാട് സാൻഡ് പ്രയോഗിക്കും. പക്ഷെ ഓരോ തവണ അവൻ സാൻഡ് വലിച്ചെറിയുമ്പോഴും മിസുകാഗ അതിൽ നിന്ന് ഹായ് ആയിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ഗാറ ഒരു സാൻഡ് പിരമിഡ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അവനെ ലോക്ക് ചെയ്യും. ആ ഗ്യാപ്പില് സീലിംഗ് ടീം ആ ഒരു പിരമിഡ് അത് മുഴുവനായിട്ടും സീൽ ചെയ്യും. നമ്മുടെ ആൾക്കാർ ശ്വാസം വലിച്ചു വിടും. അങ്ങനെ ഒരു വിധത്തില് നമ്മൾ അവനെ ലോക്ക് ചെയ്തു. പക്ഷെ അടുത്ത സെക്കൻഡില് ആ പിരമിഡ് പൊട്ടിത്തകർന്ന് മിസുകാഗ പുറത്തേക്ക് വരും. അപ്പൂപ്പ ഹൊക്കാഗ പറയും, ഇതാണ് ആ സ്റ്റീം ജിപ്സു. ഇതിന്റെ മുൻപില് ആരെക്കൊണ്ടും പിടിച്ചു നിൽക്കാനാവില്ല. വായുവിന്റെയും വെള്ളത്തിന്റെയും സഹായത്താലാണ് അവനിപ്പോ രക്ഷപ്പെട്ടത്. അപ്പോഴാണെങ്കില് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങും. മിസുകാഗ ആള് വീണ്ടും അവിടേക്ക് തിരിച്ചെത്തും. പക്ഷെ ഇത്തവണ മുൻപ് കണ്ടതുപോലെ ആയിരിക്കില്ല മിസുകാഗയുടെ രൂപം. ഇവിടെ അപ്പൂപ്പ ഹൊക്കാഗെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് ഗാറയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. ഇവനെ കൊണ്ട് വെള്ളം ചൂടാക്കാനും ഒരുപാട് തണുപ്പിക്കാനും കഴിയും. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അവന്റെ ബോഡിയിലുള്ള ആ ഒരു വെള്ളം അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച അത് വലിയ അപകടം ഉണ്ടാക്കും. സോ ഏത് നിമിഷവും ഇവൻ പൊട്ടിത്തെറിക്കാം. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഉടനെ മിസുകാഗെ ഇപ്പൊ കയ്യില് ഒരു പ്രത്യേക ആയുധം എടുക്കും. അവിടെ മുഴുവൻ ഓടി നടന്ന് ഓരോ ഷിനോബികളെയും ഇപ്പൊ വെട്ടി പരിക്കേൽപ്പിക്കാൻ തുടങ്ങും. അത് കണ്ട് അപ്പൂപ്പ ഹൊക്കാഗ പറയും, ഇതവന്റെ വെറും ക്ലൗൺ ആണ്. റിയൽ മിസുകാഗ അവനിവിടെ എവിടെയോ മറഞ്ഞു നിൽപ്പുണ്ട്. അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനെ തകർക്കാൻ കഴിയൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് റിയൽ മിസുകാഗെ കാണിക്കും. ആളിപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് മറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ മറ്റൊരു ഷിനോബി ഇപ്പൊ കറക്റ്റ് ആയിട്ട് മിസുകാഗെ കണ്ടുപിടിക്കും. അവൻ വിളിച്ചു പോവും, ലോർഡ് ഗാറ ഓടിവായോ, റിയൽ മിസുകാഗ അവൻ ഇവിടെയുണ്ട്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഗാറ അവൻ അവിടേക്ക് ഓടിയെത്തും. എന്നിട്ട് ഉടനെ ഇപ്പൊ വീണ്ടും ആളെ സീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. ഗാറയാണെങ്കില് ആളെ സീൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മിസുകാഗ ആളുടെ വലിപ്പം അത് കൂട്ടി ഇപ്പൊ ഒരുപാട് വലുതായി അങ്ങനെ മാറും. അപ്പൂപ്പ ഹൊക്കാഗ പറയും, അവൻ വീണ്ടും എക്സ്പ്ലോഡ് ആവാൻ പോവാണ്. ഉറപ്പായിട്ടും ഏത് നിമിഷവും അത് സംഭവിക്കാം. ഇവിടെ ഗാറ അവൻ മണ്ണ് വെച്ച് വലിയൊരു പിരമിഡ് ഉണ്ടാക്കി വീണ്ടും ആളെ സീൽ ചെയ്യും. പക്ഷെ മിസുകാഗ ആള് വീണ്ടും ആളുടെ ഹോട്ട് ഓയില് അതുപയോഗിച്ച് ആ പിരമിഡിന്റെ മുകളിലായിട്ട് വലിയൊരു ദ്വാരം ഉണ്ടാക്കും. മിസുകാഗ പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, എന്നെ ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത്രയും പറഞ്ഞ് ആ സ്റ്റീം അത് മുഴുവനായിട്ടും അവിടെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ഗാറ ഒന്നും നോക്കില്ല. അവന്റെ സാൻഡ് പവർ വെച്ച് ഇപ്പൊ ഷിനോബികളെ അവരെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് ഒരു കവചം പോലെ അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത കുട്ടപ്പനും ടീംസും അവരിപ്പോ ഗാറയെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മിസുകാഗ ആളാളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും ആളാളുടെ ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ ഗാറയായിട്ട് വീണ്ടും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഗാറ ഇപ്പൊ കറങ്ങി തിരിഞ്ഞു വന്ന് ആ സ്റ്റീം ക്ലൗണിനെ മുഴുവനായിട്ടും ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത സെക്കൻഡില് വീണ്ടും ആ സ്റ്റീം പൊട്ടിത്തെറിക്കും. ആ ഒരു പൊട്ടിത്തെറിയില് ക്ലൗണിന്റെ ഉള്ളിലുള്ള വെള്ളം അത് മുഴുവൻ പുറത്തേക്ക് പോവും. ആ രൂപമാണെങ്കിൽ മുഴുവനായിട്ടും ഇപ്പൊ ഗോൾഡായി മാറും. അത് കണ്ട് മിസുകാഗ ആളങ്ങനെ ഷോക്കായിട്ട് അതിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. കട്ട് ചെയ്ത ഗാറ അവൻ പറയും, എന്റെ പപ്പയുടെ ഗോൾഡ് ഡസ്റ്റ് അതുപയോഗിച്ചാണ് ഇതിന് ഞാൻ കറക്റ്റായിട്ട് സീൽ ചെയ്തത്. ഗോൾഡിന് വെള്ളത്തിന് കഴിഞ്ഞും പവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൗണിന്റെ വേഗത കുറഞ്ഞ് എനിക്കിപ്പോ
വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു. മിസുകാഗയ്ക്കാണെങ്കിൽ ഇപ്പൊ ഗാരയുടെ ബുദ്ധിക്കും പവറിനും മുൻപിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആള് പറയും, ഞാൻ ആക്ച്വലി നിന്നെ ഒരു ചെറിയ കുട്ടിയായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. നീ ഒരു ചെറിയ കുട്ടിയല്ല, ഞങ്ങളെ കഴിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന വലിയൊരാളാണ്. എനിക്കിപ്പോ പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും നിന്നെക്കൊണ്ട് എന്നെ മാത്രമല്ല എല്ലാവരെയും സീൽ ചെയ്യാൻ കഴിയും. കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോ അവൻ ശ്വാസം വലിച്ചുവിടും. ഭാഗ്യത്തിന് സെക്കൻഡ് ഫിജികാകെ അവനൊന്നും തന്നെ പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് അവൻ തിരികെ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഫിജികാകെ സീൽ ചെയ്ത ആ ഒരു സ്ഥലം കാണിക്കും. ഇവിടെ ആ ഫിജികാകെ സീലിംഗ് തകർത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് സെക്കൻഡ് ഫിജികാകെ ആളെ സീൽ ചെയ്യുന്ന സമയത്ത് അവനൊരു ക്ലൗണിനെ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാര് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സീൽ ചെയ്തത് അത് ആ ക്ലൗണിനെ ആയിരിക്കും. റിയൽ ഫിജികാകെ തന്നെയാണ്. മാത്രമല്ല പുറത്തുള്ളതും റിയൽ ഫിജികാകെയാണ്. കാരണം ഫിജികാകയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക പവർ ഉണ്ട്. മാത്രമല്ല ഫിജികാകെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ആളെ സെൻസ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. പുറത്തുള്ള ഫിജികാക ആൾ ഓടി വന്ന് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിജികാകയെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സീല് അത് വലിച്ചു കയറി ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഫിജികാകയെ പുറത്തെത്തിക്കാൻ ആൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അവനെ കൊണ്ട് അതിന് കഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോ അവന് പിടികിട്ടും. സെക്കൻഡ് ഫിജികാക ആളുടെ ബോഡിയെ രണ്ടാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഫിജികാകയുടെ പവർ അതും ഇപ്പൊ രണ്ടായി മാറിയിരിക്കുകയാണ്. 50% വെച്ച് അവരുടെ രണ്ടുപേരുടെയും ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആയി. അതുകൊണ്ടാണ് ആ ഫിജികാകയ്ക്ക് നമ്മുടെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത സീലിംഗ് ജിപ്സു അത് തകർക്കാൻ കഴിയാത്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. അവനിപ്പോ ഗാരയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഗാർ ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? ആ റേക്കാക ആളെവിടെ? കുട്ടപ്പൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ചേർന്ന് റേക്കാകെ സീൽ ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് മിസുകാക ആള് ഗാരയോട് ചോദിക്കും, ഓ നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? നിന്റെ ചേഞ്ച് അതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കുട്ടപ്പൻ അപ്പോഴായിരിക്കും ഗാരയുണ്ടാക്കിയ പിരമിഡിന് മുകളിലായിട്ട് മിസുകാകയെ കാണുക. ഗാരയുടെ സീലിംഗ് പിരമിഡ് അത് കണ്ട് കുട്ടപ്പൻ ഒരുപാട് അത്ഭുതമാവും. ഉടനെ കുട്ടപ്പനും ഗാരയും അപ്പൂപ്പ ഹൊക്കാഗയും ഷിനോബികളും അവരെല്ലാവരും ചേർന്ന് ആ പിരമിഡ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ആളെയും അവിടെ സീൽ ചെയ്യും. അതൊക്കെ കണ്ട് കബൂട്ടോ അവൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ അവൻ ഗാരയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഇൻഫർമേഷൻസ് മുഴുവൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കണം. ഇനി ഒട്ടും സമയം വൈകിച്ചുകൂടാ. അപ്പൊ ടെമരി പറയും, ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മെഡിക്കൽ ടീമിന്റെ അടുത്തേക്ക് പോവാം. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഈ ബാറ്റിൽ ഫീൽഡിൽ തുടരാം. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ വരുന്നോ അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതിന് അപ്പൂപ്പ ഹൊക്കാഗ പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ആരും എന്നെ ഒരു വയസ്സനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമല്ലെങ്കിലും ഞാനൊരു ഗ്രാമത്തിന്റെ ഹൊക്കാഗയല്ലേ. അത് കേട്ട് രണ്ട് പെണ്ണുങ്ങള് അവര് ചിരിച്ചോണ്ട് അപ്പൂപ്പൻ ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ആളെയും തൂക്കിയെടുത്ത് ഇപ്പൊ മെഡിക്കൽ ടീമിന്റെ അടുത്തേക്ക് പോകും. ഗാര കുട്ടപ്പനോട് ചോദിക്കും, നറൂട്ടോ ഇത് ആക്ച്വലി നിന്റെ ക്ലൗൺ അല്ലേ? നിന്റെ യഥാർത്ഥ ബോഡി അതിപ്പോ എവിടെയുണ്ട്? കട്ട് ചെയ്താ മറ്റൊരു ഭാഗത്ത് കുട്ടപ്പൻ അവൻ ഓരോരോ ബാറ്റിൽ ഫീൽഡ് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മെഡിക്കൽ ബേസ് കാണിക്കും. അവിടെ അസിസ്റ്റന്റ് ചേച്ചി ആളിപ്പോ സാക്കുറയോട് പറയും, തൽക്കാലം പുതുതായിട്ട് ഒരു അഡ്മിഷൻ പോലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വില്ലന്മാര് അവരേത് രൂപത്തിൽ വേണമെങ്കിലും ഇവിടേക്ക് കടന്നുകൂടാം. അത് കേട്ട് സാക്കുറ അവൾക്കാണെങ്കിൽ ഒരുപാട് വിഷമാവും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഹിനട്ടേൻ ടീമിനെയും കാണിക്കും. അവരും ആ വൈറ്റ് സെറ്റ്സു അവൻ എവിടെന്നെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും അറ്റാക്ക് അവൻ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ അന്വേഷിച്ചു പോകുന്നത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ മൂല കാരണക്കാരനായ കബൂട്ടോയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.